ഹായ് ഹലോ. സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുക രണ്ടുപേരും കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ അവർ രണ്ടുപേരും ഒരുക്കി നിർത്തി. എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര താമസം. അതുകൊണ്ട് ഞാൻ രാവിലെ നേരത്തെ തന്നെ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചട്ടോ. കുറച്ച് നേരം മെനക്കെട്ടിരുന്ന് വാരി കൊടുക്കുമ്പോൾ അവർ കഴിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം ഒതുക്കി വെച്ച് അവരെ കൂടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് കഴിപ്പിക്കുക കേട്ടോ. മോനാണെങ്കിൽ ഭയങ്കര പാടാണ്, മോൾക്കും അതുപോലെ തന്നെ. പിന്നെ കുറച്ച് നേരം അതും ഇതുമൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അവനങ്ങ് കഴിക്കുകയും ചെയ്യും. മോളും തൊട്ടടുത്ത് മോളും ഇരിപ്പുണ്ട്. അവളും ഇരുന്ന് പറഞ്ഞു തരുക, ഡാ അതിങ്ങനെ കാണിച്ചു കൊടുക്കടാ ഉമ്മാക്ക്, ഡോറ് തുറന്ന് കാണിയിരടാ എന്നൊക്കെ പറഞ്ഞ് അവളെ വായിൽ ഇരിപ്പുണ്ട്. രണ്ടുപേരും വായിൽ വെച്ചിരിക്കും. ഒത്തിരി നേരം വെച്ചുകൊണ്ടങ്ങ് ഇരിക്കും കേട്ടോ. സമയം ഒത്തിരി ആവുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി മാമ വരുമ്പോഴേ പോയി വണ്ടി കയറണമെന്നും പറഞ്ഞ് സിറ്റൗട്ടിലോട്ടൊക്കെ വന്നിരിക്കുക, കാത്തിരിക്കുക. അയ്യോ വരുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കാത്തിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് റോഡിലോട്ട് ഇറങ്ങി രണ്ടുപേരും കൂടി കേട്ടോ. ഈ റോഡ്, ഞങ്ങളുടെ വീട് റോഡ് സൈഡാനെ കൊണ്ടേ വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിൻ്റെ ശബ്ദം എനിക്കാണെങ്കിൽ തൊണ്ടയ്ക്കൊരു ചെറിയൊരു കിച്ചൊക്കെ ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഈ വൈകിട്ട് തണുത്ത വെള്ളം കുടിക്കും. ദാഹം കാരണമേ, നോമ്പൊക്കെ അല്ലയോ, ദാഹം കാരണം വെള്ളം കുടിച്ച് തണുത്ത വെള്ളമാണ് കുടിക്കുന്നത്. ദാഹം അടങ്ങണ്ടേ, അന്നേരം അങ്ങ് ആ ദാഹവും വെപ്രാളവും കൊണ്ടൊക്കെ അങ്ങ് കുടിക്കും. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒട്ടും കാണത്തില്ല, തൊണ്ട നല്ല അടച്ച് കരകര പോലെയൊക്കെ ഇരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടി റോഡിലോട്ടൊക്കെ ഇറങ്ങി ബാഗൊക്കെ അവിടെ താത്ത് വെച്ചു. എന്നിട്ട് മോൾ അവിടെ നിൽക്കുക, വണ്ടി മാമ വരുന്ന കാത്തിരിക്കുക. അവനാണെങ്കിൽ അങ്ങോട്ടും ഓടുന്നു ഇങ്ങോട്ടും ഓടുന്നു. അവനൊരു കിട്ടിയ ഒരു 5 മിനിറ്റ് അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നു, വണ്ടി മാമനെ നോക്കുന്നു. അപ്പോഴത്തേക്ക് മോള് താഴോട്ട് പോയി അവളുടെ കൂടെ ആട് കണ്ട് ഓടി വരുന്നത്. നല്ല ഇണക്കമുള്ള ഒരാടാട്ടോ. അങ്ങനെ വണ്ടിമാമൻ വരുന്ന നോക്കി നിന്ന് അവസാനം വണ്ടിമാമൻ വന്നു. അപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടി കയറാൻ കണ്ടോ തയ്യാറെടുത്തിരിക്കുന്നത്. രണ്ടുപേരും കൂടി കയറാൻ തുടങ്ങി. നല്ലൊരു മോളാണ് ആ ബാഗൊക്കെ എടുത്ത് വെക്കുന്നത്, നല്ലൊരു മോളാട്ടോ. അവൾ എപ്പോഴും ഓടി വന്ന് ബാഗൊക്കെ മേടിച്ച് വെക്കുന്നേക്കാം. നല്ല സ്നേഹമുള്ള മോളാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കയറി, എല്ലാ കുട്ടികളും കൂടി കയറിപ്പോയി. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ദാണ്ടേ നിൽക്കുന്നു അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ മോനാട്ടോ. അവനും വണ്ടി കാത്ത് നിൽക്കുക, അവൻ്റെ ബസ് അങ്ങോട്ട് ഇറങ്ങത്തില്ല. അങ്ങനെ അവൻ അവിടെ കാത്തിരിക്കുക. എല്ലാവരും വന്ന് കാത്ത് നിൽക്കുന്ന സ്ഥലമാണ് ഇത്. അപ്പോഴേ അവിടെ വന്ന് കാത്ത് നിൽക്കുക കേട്ടോ. മേളിലോട്ട് കയറിയാലും മേളിലോട്ട് നടന്നു പോകണം, അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. മേളിലോട്ട് നടന്നു പോകണം കുറച്ച്, അതുകൊണ്ട് ദൂരമുണ്ട്, ഒരിച്ചിരി ദൂരം, ഒരു കയറ്റമൊന്ന് കയറണം, അത്രയേ ഉള്ളൂ. പക്ഷേ അത് രാവിലെ കുഞ്ഞുങ്ങൾക്ക് ബാഗൊക്കെ ഇട്ട് മുകളിലോട്ട് കയറുന്ന പാടല്ലോ. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ദാണ്ടേ നമ്മുടെ ഇതാണ് ദില്ലുകുട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്നെ കണ്ടുകൊണ്ട് കിടന്നോടുക. ദില്ലുവേന്ന് വിളിച്ചാൽ മതി, നമ്മൾ ആളെ കാണണമെന്നില്ല. ഗേറ്റിൻ്റെ അവിടെ വന്നിന്ന് ദില്ലുവേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവ എവിടെ നിന്നാലും ഓടി വരും നമ്മളെടുത്തട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവൻ എന്നെ കണ്ടുകൊണ്ട് ഒന്ന് ഓടിക്കുക, ചാടി കളിച്ച്. പിന്നെ എന്നിട്ട് വന്നിട്ട് അംഗനവാടി പോവും, ഞാൻ ഇന്ന് അംഗനവാടി പോകണം, പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നു കേട്ടോ. കുറച്ച് നേരെ നമ്മൾ അടുത്ത് വന്ന് നിൽക്കുന്നോളെങ്കിലും കുറച്ച് സമയം കൊണ്ട് അവയെല്ലാം പറഞ്ഞിട്ടാണ് ഓടുന്നത്. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടമൊക്കെ കൈയൊക്കെ തന്ന് ഗേറ്റൊക്കെ തുറക്കാൻ നോക്കി കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട മോനെ എനിക്ക് സമയമില്ല, ഞാൻ പോവാമെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. അപ്പോഴത്തേക്ക് ഈ മുകളിലോട്ട് കാണുന്ന റോഡില്ലേ, ആ റോഡാണ് മെയിൻ റോഡ് നമ്മൾ ചെന്ന് എത്തുന്നത് കേട്ടോ. കുട്ടികളുടെ വണ്ടി വരുന്ന താഴെ കൂടെ. അപ്പോഴേ ഇന്നത്തെ കുട്ടികളെയൊക്കെ 2 മക്കളെയും പറഞ്ഞൊക്കെ വിട്ടു. ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ബാക്കി കഴിയും. ഓക്കെ, ബൈ.